ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് ഒരു മുട്ട ബിരിയാണിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യുക. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുട്ട ആദ്യം തന്നെ വേവിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, കുറച്ചധികം സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സവാള അരിയുന്ന സമയത്ത് നമ്മുടെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി വേണമെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാമല്ലോ, അത് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഈ സവാള എല്ലാം ഒന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് ഈ മുട്ട ബിരിയാണി. വേറെ കറികളൊന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സവാള എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുക്കറിലാണ് ഞാൻ വയ്ക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ ഈ സവാള അത് ഞാനിപ്പോൾ അരിഞ്ഞ് വെച്ചതിൻ്റെ പകുതി സവാള എടുത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്, വളരെ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേവരെ മുട്ട ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ യൂട്യൂബിൽ കണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. യൂട്യൂബിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്കത് ഇഷ്ടപ്പെട്ടു, കൊള്ളാമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ സവാളയെല്ലാം ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഈ സവാള മൊരിച്ചെടുത്ത ഈ എണ്ണയിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഞാനൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ എണ്ണ ഇത്രയും വേണ്ട, അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എണ്ണ അങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് എണ്ണ വേണ്ട. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചാണ് സവാള എല്ലാം വറുത്തെടുത്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. കൂടെ തന്നെ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 തൊണ്ടൻ പച്ചമുളകാണ് ഇടുന്നത് കേട്ടോ. പിന്നെ 2-3 പട്ട, ഗ്രാമ്പു, ഏലക്ക. ഈ പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ ഫസ്റ്റ് ഇടേണ്ടതായിരുന്നു, വിട്ടുപോയി, സാരമില്ല, എല്ലാം ഒരുമിച്ച് തന്നെയല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാനൊരു തക്കാളി നന്നായിട്ട് മിക്സിയിൽ അരച്ച് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഇച്ചിരി മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി ഇത്രയാണ് ചേർക്കുന്നത് കേട്ടോ. ഇത്രയോടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ വറുത്തുകോരി വെച്ചിരിക്കുന്ന സവാള, അതിൽ നിന്ന് പകുതി സവാള എടുത്ത് ഇതിലേക്കിട്ട് വീണ്ടും ഇതിലേക്കൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ 4 മുട്ടയും ഇതിലേക്ക് ഇടുന്നുണ്ട്. വേവിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും മുട്ട ഒരു നല്ല ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട, കുറച്ച് വെന്താൽ മതി. അപ്പോൾ ആ വെന്ത മുട്ട ഇതിൽ കുക്കറിലിടുമ്പോഴത്തേക്കും ഒരുപാട് വീണ്ടും വെന്ത് പോകും. അതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ വേവ് മതി, ആ രീതിക്ക് വേവിച്ചാണ് ഇടാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട കൂടെ ഇതിലിട്ടാണ് അരി കൂടെ ഇടുന്നതാണ്. അപ്പോൾ മറ്റുള്ളവർ മുട്ട ഇടാതെ ഇടുന്നുണ്ട്, പിന്നീട് മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതിൽ അങ്ങ് ഇട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ജീരകശാല അരി, നമ്മുടെ അരിയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയിലും ഇതിലൊക്കെ കിടന്ന് അരി കുറച്ച് നേരം ഒന്ന് വറട്ടിയെടുക്കണം കേട്ടോ. അതായത് ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അരി ചോറ് വിട്ടു പോവില്ല, വെന്ത് കുഴഞ്ഞു പോവില്ല കേട്ടോ. ഇവിടെ അരി 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാനൊരു അളവ് പാത്രമുണ്ട്, അപ്പോൾ ആ പാത്രത്തിനാണ് എടുത്തത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് അളവ് കണക്ക് പറഞ്ഞത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം.
അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ഒരു അരി അളന്നെടുക്കുന്നത് ആ പാത്രത്തിന് 2 കപ്പ് വെള്ളം ഉപയോഗിക്കുക. പിന്നെ അരിയുടെ ഇതും കുക്കറിൻ്റെ ഇതുപോലെയൊക്കെ ഇരിക്കും. അതിൽ ചിലപ്പം വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒറ്റ വിസിൽ മാത്രം മതി. ഒറ്റ വിസിൽ കേട്ട് അതിൻ്റെ എയറെല്ലാം പോയി കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി കുക്കറിലുള്ള മുട്ട ബിരിയാണി തയ്യാറായിരിക്കും. ഇതിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ ഇടണം. പക്ഷേ എനിക്കൊന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാധനം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ തയ്യാറായിരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.